എന്തായാലും ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി തിരിച്ചതാ. അപ്പോൾ പിന്നെ ഇവിടെ ആയിട്ട് വെറുതെ വിടണ്ട. ഇനിയിപ്പോൾ ഓൽക്കൊരു സങ്കടമായാലോ, ആർക്ക്? സ്റ്റുഡിയോക്കാർക്ക്. പിന്നെ നമ്മൾ വന്നില്ലെങ്കിൽ ആ പോൽക്ക് സങ്കടം. എന്നാലും നമുക്ക് പറയണതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, എന്താ എടുക്കണ്ടേ, എവിടെന്നാ എടുക്കണ്ടേ, എവിടെന്നാ തുടങ്ങണ്ടേ, ആകെ ഒരു കൺഫ്യൂഷനാണ്. പിന്നെ എത്രയും തോന്നെ ലിപ്സ്റ്റിക് ഒക്കെ ഇവിടെ വെക്കണ കണ്ട എങ്ങനെയാ നമ്മൾ മൈൻഡാക്കാതെ പോവുക. അങ്ങനെ കുറേ ഷെയ്ഡ് നോക്കാൻ വേണ്ടി കയ്യുമ്മിലും കുറേ ചുണ്ടുമ്മിലും ഒക്കെ എടുത്തിട്ട് എന്തായാലും ഒക്കെ ഒന്നും എടുത്തില്ല, ഏതോ ഒന്നെടുത്ത് പോകുന്നു കേട്ടോ. പിന്നെ ബില്ലിങ്ങിനുള്ള ഈ ക്യൂ കണ്ട സാധനം വാങ്ങണ്ടെന്ന് തോന്നിപ്പോ. പിന്നെ നിങ്ങൾക്ക് തോന്നും കാണാൻ അത്ര വലിയ ക്യൂ ഒന്നും ഇല്ലല്ലോ എന്ന്. പക്ഷെ എന്നെ പോലെയുള്ള മടിയന്മാർക്ക്, പ്രത്യേകിച്ച് നിൽക്കാനൊക്കെ മടിയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഒരു വലിയ ക്യൂ ആണ്. പ്രത്യേകിച്ച് 20കളിൽ മറ്റേ 30കളുടെ ആരോഗ്യം കൈവരിച്ച ആൾക്കാരുണ്ടാവുമല്ലോ, കാലുവേദന, കൈവേദന, അങ്ങനത്തെ ഒക്കെ. എന്തായാലും അത് പോട്ടെ. അതിന് ശേഷം SMLക്ക് വീണ്ടും വന്നിട്ടോ. ഒരു പ്രാവശ്യം ഇവിടുന്ന് തൂത്തുവാരി പോയതാണ്, എന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വന്ന് ഇവിടെ നമുക്ക് കുറേ സാധനങ്ങൾ വാങ്ങണ്ടേനി. അങ്ങനെ അവിടുന്ന് കുറേ കുപ്പിയും പാട്ടിയും പ്ലേറ്റും ഗ്ലാസ്സൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോകുന്നത്. ഇങ്ങോട്ട് വന്നപ്പോൾ കാറ് കാലിയേനി, ഞങ്ങൾ രണ്ടാൾക്കാരെ ഉള്ളെങ്കിൽ തിരിച്ചു പോന്നപ്പോൾ കാറ് ഫുള്ളാണ്, ഇനി ഒരു ഗ്യാപ്പ് പോലുമില്ല. അങ്ങനെ കുറേ അലഞ്ഞു തിരിഞ്ഞതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ബൺബോയിൽ കയറിയപ്പോഴാണ് ഞങ്ങൾ ഈ ക്യൂട്ട് ബേബീനെ കണ്ടത് കേട്ടോ. ഇവിടെ കയറിയാൽ പിന്നെ എന്തായാലും ഒരു കൊറിയൻ ക്രീം ബണ്ണ് തിന്നാതെ ഇവിടുന്ന് ഒരു വാതിൽ തുറന്ന് പുറത്തു പോകാൻ കഴിയില്ല. ഇതിന് പുറമെ ഒരു എഗ് ആൻഡ് ചീസ് ബണ്ണും കൂടി ഓർഡർ ചെയ്ത് അതും തിന്നിട്ട് ഇന്നത്തെ ദിവസത്തേക്ക് തൽക്കാലം ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.